എം പാനൽ കണ്ടക്ടർമാരുടെ പിരിച്ചുവിടൽ, തുടർന്നുള്ള സർവീസ് മുടക്കം, ഡ്യൂട്ടി പരിഷ്കരണത്തെ ചൊല്ലി KSRTC MDയും യൂണിയനുകളും തമ്മിലുള്ള ശീതസമരം, പണിമുടക്ക് പ്രഖ്യാപനം, ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കുറേ ദിവസമായി വാർത്തകളിൽ നിറയുകയാണ് KSRTC. യൂണിയനുകളുടെ ശബ്ദം നാം കേട്ടു, മാനേജ്മെന്റിന്റെ ശബ്ദം കേട്ടു, മന്ത്രിയുടെ ശബ്ദം കേട്ടു. ഇതിനിടയിൽ കേൾക്കാതെ പോയൊരു ശബ്ദമുണ്ട്, പാവം യാത്രക്കാരൻ്റെ. നമുക്ക് അവരുടെ ശബ്ദം കേൾക്കാം, ഉറക്കെ ഉച്ചത്തിൽ. സ്വാഗതം. എന്താ പേര്? കണ്ണൻ. കണ്ണൻ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് PSC കോച്ചിങ് കാര്യങ്ങളോട്ട് മുമ്പോട്ട്. കോച്ചിങ്ങിനാണ്. വീട് എവിടെയാ? വീട് കുന്നത്തൂർ. അപ്പോൾ എന്നും സ്ഥിരമായി KSRTC ബസ്സിനെ ആശ്രയിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പണി മുടക്കും, ബസ് മുടക്കും എന്നുള്ള ഇത് കേട്ടുകൊണ്ടിരുന്നു. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സാധാരണക്കാരെ പോലെ നമ്മൾ എന്നും KSRTC ബസ്സിനെ ആശ്രയിക്കുന്നവരും ആണ് ഇത് ഏറ്റവും വലിയ ഒരു ഇതാവുന്നത്. സമരം വരുന്നു, കോടതി ഇടപെടുന്നു, ചർച്ച, ഇത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് നേരത്തെ KSRTC ലാഭത്തിലല്ലേ ഓടിക്കൊണ്ടിരുന്നത്. അപ്പം അതിനെന്തെങ്കിലും ഒരു കമ്മിറ്റി വെച്ചിട്ട് എന്താണ് കാരണം ഇങ്ങനെ കുറയാനുള്ള കാരണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഹർത്താൽ, പണിമുടക്ക്, ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. കൂടാതെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ ഓടാറുണ്ടോ? ഇല്ല. പ്രൈവറ്റ് വാഹനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി ഓടാറില്ല. അപ്പോൾ അതിൽ ഉള്ള ഓരോ ജീവനക്കാരനും ആത്മാർത്ഥമായിട്ട് ഇത് നമ്മുടെ സ്ഥാപനമാണ്, ഇത് നമ്മുടെ സ്വത്താണ് എന്നുള്ള രീതിയിൽ പോകണം. ഈ നിരന്തരമുള്ള ഈ ബസ്സിൻ്റെ പ്രതീക്ഷിക്കാത്ത ഈ പണിമുടക്ക് ജനങ്ങളെ, എന്നെ ഉൾപ്പെടെയുള്ള ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഇന്നലത്തെ കോടതി വിധിയെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഇതുപോലുള്ള അതെ അതുകൊണ്ട് ഇതുപോലുള്ള കോടതി വിധി ഇനിയും വരണമെന്നും KSRTC ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത മിന്നൽ പണിമുടക്ക് വരാതിരിക്കാനുള്ള എന്ത് നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ പിന്നെ പേരെന്ത്? പേടിയാണോ? അഭിജിത്ത്. ബസ് ഉപയോഗിക്കുന്ന ആളാണ്. ഇനി ഈ സമരം വരാൻ പോകണു, ബസ് മുടങ്ങാൻ പോകണമെന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ യാത്രയിലോട്ട് പെട്ടെന്നല്ലേ ഇങ്ങനത്തെ തീരുമാനങ്ങൾ വരുന്നത്. അതൊക്കെ ജനങ്ങളെ വല്ലാണ്ട് ഒലയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ എനിക്ക് എക്സാമിന് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ ബസ് നിന്നപ്പോഴത്തേക്കും 8:30-9 മണിക്കാണ് ഇവിടുന്ന് ബസ് കിട്ടിയത്. ഫാസ്റ്റാണ്. എനിക്ക് കരുനാഗപ്പള്ളി കോളേജിലായിരുന്നു. അപ്പം ഒരുപാട് എക്സാമിനും അത് ബാധിച്ചു. ഇത് ജനങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിനെ ചുക്കാൻ പിടിക്കുന്നവർക്ക് അത് ബാധിക്കുന്നില്ല. ഹർത്താലെന്ന് പറഞ്ഞ് ആഘോഷിച്ച് വീട്ടിരിക്കുന്നവരുണ്ട്. പാവപ്പെട്ട ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. കേൾക്കേണ്ട ശബ്ദമാണ് അഭിജിത്തിൻ്റേത്. ഈ പണിമുടക്ക് മാത്രമല്ല, ഹർത്താലുകൾ പോലും. പാവം ജനം എന്ത് പിഴച്ചു, ജനങ്ങളെ വലക്കരുതേ എന്ന്. എന്താ പേര് ചേച്ചിയുടെ? എൻ്റെ പേര് രാജലക്ഷ്മി ശിവജി എന്നാണ്. ഈ സമരം എന്ന് കേട്ട് ഇരിക്കുകയായിരുന്നില്ലേ ഇന്നലെ വരെ? അതെ, അത് ഒരു തെറ്റായ നടപടിയാണത്. എന്തോരം ജനങ്ങളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞങ്ങളെപ്പോലെ, ഞാനൊരു LIC അഡ്വൈസറാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഞാൻ കൊല്ലത്തുകാരിയാണ്. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് എനിക്ക് വർക്ക് എടുക്കേണ്ട ഡിവിഷണൽ ഓഫീസിൽ പോകേണ്ടതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമരം എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ട്. അതിന് പകര സംവിധാനമെങ്കിലും ഉണ്ടാക്കേണ്ടതാണ്. അതുപോലും ഉണ്ടാക്കാത്ത ഒരു സർക്കാർ, പിണറായി സർക്കാർ, എന്താണ് ഇങ്ങനെ ജനങ്ങളോട് ദ്രോഹകരമായി വന്നാൽ എല്ലാം ശരിയാക്കാം, LDF വന്ന് എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാം നശിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏറെ ദുഃഖകരമായ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്കാണ്. സാധാരണക്കാരുടെ ശബ്ദം ഉറക്കെ ഉച്ചത്തിൽ. അടിക്കടിയുള്ള ഈ ഹർത്താൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പണിമുടക്കിലേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് യാത്രക്കാർക്ക് ഈ KSRTCയോട് ഒരു മമത നഷ്ടപ്പെടും. അത് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കഴിവതും പ്രശ്നങ്ങളുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ കഴിവതും ഈ പണിമുടക്കിലേക്ക് പോകാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ആ വിശ്വാസം വീണ്ടെടുക്കണമെങ്കിൽ അതിനെ സാധിക്കും. സംഭവം തീർച്ചയായിട്ടും അതായിരിക്കും നല്ലതെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. യാത്രക്കാരാണല്ലോ അതിൻ്റെ ഒരു ആണിക്കല്ല്. ഞാൻ ഇത് മലപ്പുറം വരെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കൊല്ലത്തുനിന്ന് മലപ്പുറം വരെ ആഴ്ചയിൽ 10 ദിവസം കൂടും പോകുന്ന ആളാണ്. നല്ലൊരു വരുമാനം KSRTC കിട്ടുന്നുണ്ട് നമ്മളിൽ നിന്ന് തന്നെ എല്ലാ ആഴ്ചയിലും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യൂണിയൻ നേതാവിൻ്റെ സഹോദരനാണ്. പക്ഷേ ഒന്ന് അദ്ദേഹം തുറന്നു പറയുന്നു, ജനങ്ങളെ KSRTCയിൽ നിന്ന് അകറ്റരുത്, പണിമുടക്ക് ഒഴിവാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക. എന്താ പേര്? എഡ്വിൻ. എഡ്വിൻ. അതെ.
KSRTC-യിൽ തന്നെ ലോട്ടറി വിറ്റ് വരുന്നതും പോകുന്നതും പോകുന്നതൊക്കെ പനകയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വരും, ഇവിടെ നിന്ന് കച്ചവടം കഴിഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ ദിവസവും KSRTC ബസ്സിൽ വരുന്നു, KSRTC ബസ്സിൽ പോകുന്നു, KSRTC സ്റ്റാൻഡിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്നു. ഈ പണിമുടക്ക് കിടന്നാലുള്ള അവസ്ഥയോ? അതിനോട് കിടന്നാൽ വീട്ടിൽ ഇരിക്കണം, കച്ചവടത്തിന് വരാൻ ഒക്കില്ല. ആ ഗതിയാണ്. ഒന്നാമത് പൊതുവേ കച്ചവടമില്ല. അതിൻ്റെ കൂടെ ഈ സമരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനും ഒക്കില്ല. ഇത് നന്നാവില്ലേ? ഒരിക്കലും നന്നാവില്ല. അതെന്താ? അങ്ങനെയാണ് എൻ്റെ കണക്ക്. ഒരു ബസ്സിന് 18 ജീവനക്കാരല്ലേ ഒരു ബസ്സിന്, പിന്നെ എങ്ങനെ നന്നാവും? അപ്പോൾ മാനേജ്മെന്റ് പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. മാനേജ്മെന്റ് പറയണതിൽ കാര്യമുണ്ട്. തൊഴിലാളികൾ കൂടുതലാണ്. പ്രൈവറ്റ് ബസ്സിൽ 2 ജീവനക്കാരെ വെച്ചല്ലേ ഒരു മാസം ഓടിക്കണത്. KSRTC-യിൽ അങ്ങനെയല്ല, 18 പേരല്ലേ ഒരു വണ്ടിക്ക്. ശബ്ദം പലവിധം, ഉറക്കെ, ഉച്ചത്തിൽ. നമ്മുടെ ഒരു KSRTC ഉദ്യോഗസ്ഥൻ്റെ തന്നെ ചേരുകയാണ്. എന്താണ് പേര്? വിക്രമൻ. ഡ്രൈവറാണോ? കണ്ടക്ടറാണോ? ഡ്രൈവർ. ഈ കുറേ ദിവസമായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ മുൻമുലയിലായിരുന്നു. ഇപ്പോൾ സമരം, നാളെ മുതൽ വണ്ടിയില്ല. അപ്പോൾ ആൾക്കാർ ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെ ആശങ്കയിലായിരുന്നു. എന്താ ഇങ്ങനെ എന്നും ഇങ്ങനെ മുൾമുലയിൽ നിർത്തുന്നത്? കാര്യം ഇതിൽ അങ്ങനെ വിമർശനം ഉയരാൻ കാര്യം ഇത് പൂട്ടാൻ പോകുന്നു, നഷ്ടത്തിലാണ് എന്നൊക്കെ കേട്ടു. എന്നിട്ടും ഈ പണിമുടക്ക് ഭീഷണി ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങളിത് സർവീസിൽ കയറുമ്പോഴേ ഇത് തന്നെയാണ് കേൾക്കുന്നത്. നാളിതുവരെയും ഇത് പൂട്ടും, നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇടപെടൽ നല്ല രീതിയിലുണ്ടെങ്കിൽ ഇത് ഇത്ര വിഷയം വരില്ല. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ കൃത്യമായി കിട്ടണം. മറ്റൊന്ന് പറയുമ്പോൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഒരു തൊഴിലെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊഴിൽ രംഗത്ത് ഇപ്പം നഷ്ടം ലാഭമല്ല, ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ തൊഴിലെടുക്കുന്നവന് അവൻ്റേതായ അവകാശങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ KSRTC ചെയ്ത് കാലാകാലങ്ങളിൽ നഷ്ടം എന്ന് പറഞ്ഞ് പരത്തി ജനങ്ങളുടെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും ഇങ്ങനെ ഒരു അപകീർത്തികരമായ രീതിയിലുള്ള ഒരു പ്രവണത കാലാകാലങ്ങളിലുണ്ട്. ഈ മാനേജ്മെന്റ് പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് പരിഷ്കരണം, കാലത്തിനൊപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു, അതുമായിട്ട് ജീവനക്കാർ സഹകരിക്കുന്നില്ല, അവർക്ക് പഴയ മട്ടിൽ പോയാൽ മതി എന്നാണ്. അങ്ങനെ ഒരു നിസ്സഹകരണമുണ്ടോ? മാറ്റങ്ങൾക്ക് തയ്യാറല്ലേ? അല്ല, അത് കാലാകാലങ്ങളിൽ മാറ്റം ആവശ്യമാണല്ലോ. സമൂഹം മാറുമ്പോൾ എല്ലാ രംഗവും മാറണമല്ലോ. പക്ഷേ ഇതിനകത്ത് ജീവനക്കാർ അവർക്ക് വേണ്ട പരിരക്ഷ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ അത് കിട്ടുന്നില്ല, ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല. ഇവിടെ ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്ക് ഈ വിഭാഗം കൃത്യമായി ജോലി ചെയ്യുന്നു. സമൂഹം പറയുന്നു അവർ ജോലി ചെയ്യുന്നില്ല. പക്ഷെ അത് ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്നു. ഒരു ബസ്സിന് 18 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്രയൊന്നുമില്ല. ഇതിൻ്റെ റേഷ്യോ കുറച്ച് കൊണ്ട് വരുന്നുണ്ട്, റേഷ്യോ കുറയുന്നുണ്ട്. പക്ഷേ അത് നല്ല കാര്യമാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പം തച്ചങ്കരി സാറ് ചെയ്തൊരു കാര്യം നല്ലതാണ്. ഈ റേഷ്യോ കുറയ്ക്കണം, അത്രയും വേണ്ട. ഈ പ്രൊമോഷനും അത് ഇതൊക്കെ കുറയ്ക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ജീവനക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അർഹമായ തൊഴിൽ എടുക്കുന്നതനുസരിച്ചുള്ള വേതനവും കൃത്യമായി കൊടുക്കണം. ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ ആനുകൂല്യങ്ങളാണ്. ആനുകൂല്യത്തിന് വേണ്ടിയും കൂടെ സമരം ചെയ്യുന്നതാണ്. 10,000-4,000 പേരെ പിരിച്ചു വിട്ടു. ഇപ്പോൾ ഒരു 10-15 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ജോലിയില്ലായിരിക്കും. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ള പൊതുജനങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പേരെന്താ? എൻ്റെ പേര് അശോകൻ. എന്തായിട്ട് ജോലി ചെയ്യുന്നത്? കണ്ടക്ടറാണ്. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ക്ഷാമം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലേ? അതെ, കണ്ടക്ടറാണ്. കണ്ടക്ടർമാരില്ല. ഇപ്പോൾ കണ്ടക്ടർമാരില്ലാത്ത 4051 ML കണ്ടക്ടർമാരെ കോടതി നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടു. അതിന് പകരമായിട്ട് പുതിയ പോസ്റ്റിംഗ് നടത്തിയ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം പോസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം മലബാർ പ്രദേശത്താണ്. അവിടെ പോയതിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ തന്നെ വന്ന് ജോയിൻ ചെയ്ത് തിരിച്ചു പോയിട്ടു. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും സഹകരണമില്ല എന്നൊരു പരാതി മാനേജ്മെന്റ് തിരിച്ചു പറയുന്നുണ്ടല്ലോ. അങ്ങനെയില്ല. ഞാൻ ഈ നാഗൂർ സർവീസാണ് ഓടുന്നത്. ശരി. ഇപ്പം 3 ബസ്സിൽ കയറുന്ന യാത്രക്കാരെയാണ് ഞങ്ങൾ ഒരു ബസ്സിൽ കയറ്റിക്കൊണ്ടുവരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരു ഓർഡിനറി സർവീസും ഇല്ല. രാവിലെ തുടങ്ങുന്ന നാഗൂറിൽ 5 or 6 സർവീസുകൾ ഇവിടെ ഡെയിലി സർവീസ് പോകാറില്ല. കണ്ടക്ടർ ക്ഷാമമാണ്. അതാണ് ഈ യാത്രക്കാരെല്ലാം റോഡിൽ നിൽക്കുന്ന ഒരു രീതി ഉണ്ടാകും. ഇത് നന്നായി ഓടും ഈ വണ്ടി? ഓടും, ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് പൊതുജനങ്ങളുടെ സ്വത്തല്ലേ. അതെ, ഓടിയേ പറ്റൂ. എന്നും ഭീഷണിയിൽ പൊതുജനമാണ്. നാളെ വണ്ടിയുണ്ടോ? അത് തൊഴിലാളികളെ കാര്യങ്ങളും കൊണ്ടൊക്കെ പരിഗണിക്കണമല്ലോ. തൊഴിലാളികളുടെ നിലനിൽപ്പ് ഉണ്ടാവണം, അതെ, അവകാശങ്ങൾ ഉണ്ടാവണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛം. DA ഞങ്ങൾക്ക് കിട്ടാറില്ല. ഇപ്പോൾ 24% 6% DA ഇവരിപ്പോൾ അനുവദിച്ചത്. അതും മാനേജ്മെൻറ്റ് 10 ദിവസം താമസിച്ചതാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലില്ല, തൊഴിലാളികളുടെ ഇടയിൽ ഭയങ്കര അമർഷമാണ്.
നമുക്കും ജീവിക്കണമല്ലോ. എല്ലാവരും ഒരു സ്ഥാപനത്തിൽ ഒരു കടയിൽ പോയ സാധനം വാങ്ങണം. ഞങ്ങൾക്ക് കിട്ടുന്ന 22,000 അവർക്ക് കിട്ടുന്ന 35,000 വെച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾക്കും ജീവിക്കണം. ഈ തൊഴിലാളിയുടെ ശബ്ദമാണ്. സാധാരണക്കാരൻ പോകുന്ന അതേ കടയിൽ പോകുന്നു, അതേ വിലയ്ക്ക് സാധനം വാങ്ങുന്നു. ഞങ്ങൾക്ക് പൈസ കുറച്ച് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? ഉറക്കെ ഉച്ചത്തിൽ. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ സുരേഷ് കുമാർ. എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇവർ പറയുന്നതെല്ലാം അവരെ കൊണ്ട് കൂടുതൽ മൃഗീയമായിട്ട് ജോലി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിനുള്ള ഒരു ഇതില്ല. മാനേജ്മെൻറ്റാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളെപ്പോലെയുള്ളവർ വണ്ടിക്ക് കാത്തു ചെയ്യുന്ന ഈ പുള്ളി പറഞ്ഞ പോലെ എൻ്റെ റൂട്ടിൽ തന്നെ ഒരു 10-20 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഇന്നലെ ഞാൻ പോയപ്പോൾ 10 മണിയായി. 2 മണിക്കൂർ നിന്നപ്പോൾ ഒരു ബസ് നല്ല ഓവർലോഡായി. തൂങ്ങിയാൽ ഞാൻ എന്ത് ബുദ്ധിമുട്ടെന്നാണ്. വണ്ടി കണ്ടക്ടർമാരെല്ലാം മരിച്ചു വിട്ടപ്പോൾ വണ്ടികളെല്ലാം വെട്ടിക്കുറച്ചു. KSRTC ഇന്ന് സമരം ഉണ്ടാകും, മുടങ്ങും എന്നൊക്കെ കേട്ടിരുന്നല്ലോ അല്ലേ? എന്താ അതിനെക്കുറിച്ച് പറയാം? ഇപ്പം KSRTC പണിമുടക്ക് അത് ആൾക്കാരുടെ ഷോർട്ടേജ് വന്നപ്പം തന്നെ ഒത്തിരി ബസ് കുറവ്, സർവീസ് മുടങ്ങി. ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്താ പേരെന്താ? എൻ്റെ പേര് ജിജോ എന്ന്. ജിജോ എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ കോട്ടയത്ത് ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്ന കുറ്റിച്ചൽ. ഈ ഇന്ന് ബസ് ഉണ്ടാവില്ല എന്നല്ല കേട്ടിരുന്നല്ലോ അല്ലേ? സമരമൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഇന്നിപ്പം കണ്ടായിരുന്നു സമരം ഒത്തുതീർന്നത്. കാരണം ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എന്താ ഈ നിരന്തരമായി ഒരു ഭീഷണി ആളെ മുള്ളിൽ നിർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ആളെ മുള്ളിൽ നിർത്തുമ്പോൾ രാഷ്ട്രീയക്കാരുടെ പരിപാടി, അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ പ്രയോജനമൊന്നുമില്ല. ഇതുകൊണ്ടൊന്നും യൂണിയൻകാരും പാർട്ടിക്കാരും അല്ലേ ഇത് ചെയ്യുന്നത്. നമ്മൾക്ക് പൊതുജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടേ ഉള്ളൂ മൊത്തത്തിൽ. പ്രത്യേകിച്ച് വേറെ പൊതുജനങ്ങൾക്ക് ഒരു ഗുണമില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു ഗുണമില്ല. എന്നാ ഗുണമുള്ളത്? കഴിഞ്ഞ ആഴ്ച 3-4 ഹർത്താലായിരുന്നു. ആർക്കെന്നാ ഗുണമുള്ളൂ? ഒരു ഗുണമില്ല. ഇതാണ് ശബ്ദം. പൊതുജനങ്ങൾക്ക് ഗുണമില്ല, യൂണിയൻകാരുടെയും രാഷ്ട്രീയക്കാരുടെയും കളിയാണെന്നാണ്. ഉറക്കെ ഉച്ചത്തിൽ. പേരെന്താ? എൻ്റെ പേര് ലാൽജി. എന്ത് ചെയ്യുന്നു? ഞാൻ വിദേശത്ത്. സമരം എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ. എങ്ങനെ ഇതിനെയൊക്കെ കാണുന്നു? സമരം തൊഴിലാളികൾ ഒരു നേരത്തെ നോട്ടീസ് കൊടുത്ത് പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ന്യായമായ ആവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ സർക്കാർ പരിഗണിച്ച് അത് തീർപ്പാക്കുന്നതിനുള്ള മുൻകൈ എടുക്കണം. അങ്ങനെ ഇന്നലെ തീരുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിനാണ് ആലപ്പുഴയിൽ നിന്ന് വന്നത്. ഇന്നിപ്പം ബസ്സിൽ തിരിച്ചു പോകാൻ ബസ്സും കിട്ടി. ഇത്തരം സമരങ്ങൾ വിദേശത്ത് നടക്കും? വിദേശത്തില്ല. അവിടുത്തെ റൂള് വേറെ അല്ലേ. അവിടെ ജനാധിപത്യം ഇല്ലല്ലോ. ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അവകാശങ്ങൾ കൃത്യമായി പരിഹരിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അവകാശങ്ങൾ ഉന്നയിക്കുന്നു, സർക്കാർ പരിഗണിക്കുന്നതാണെങ്കിൽ പരിഗണിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കും. ഇതെന്താ ഇങ്ങനെ? മാനേജ്മെൻറ്റ് ഒന്ന് പറയുന്നു, തൊഴിലാളികൾ വേറൊന്ന് പറയുന്നു, സർക്കാർ വേറൊന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ആൾക്കാർ തന്നെയാണല്ലോ ഈ സമരം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പിന്നെ എന്താ അർത്ഥം ഇരിക്കുന്നു? ഒരു കൂട്ടർ പറയുന്നു സമരം തെറ്റാണ്, മറ്റൊരു പറയുന്നത് ശരിയാണെന്ന്. ഞാൻ പൊതുവെ എന്ത് മനസ്സിലാക്കുന്നത്? എല്ലാ യൂണിയനും ഇല്ലേ? എല്ലാ യൂണിയനും ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവരതിൽ ഒഴിഞ്ഞിരിക്കേണ്ടല്ലേ? കുറച്ച് വർഷം ഭരണകക്ഷിക്കാരെങ്കിലും ഒഴിഞ്ഞിരിക്കേണ്ടതല്ലേ? ന്യായമായ ചോദ്യം. ഭരിക്കുന്ന കക്ഷിയുടെ യൂണിയൻ പോലും സമരത്തിലാണ്. അത് പരിഹരിച്ചുകൂടെ? ഡെയിലി സമരമല്ല കേട്ടോ, നമുക്ക് എന്നും തൊല്ല മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താ ഇപ്പം ഡെയിലി ഓരോ കാര്യത്തിനും വെച്ചുകൊണ്ട് ഓരോ കാര്യം ചുമ്മാ ഓരോന്നിനും വേണ്ടിയിട്ട് സ്ട്രൈക്കും ജനങ്ങളെ എങ്ങനെയൊക്കെ വലയ്ക്കാൻ പറ്റുന്നുണ്ടോ അത് മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. അതേ ഉള്ളൂ പറയാൻ. അല്ലാതെ എന്താ ഇപ്പോൾ ഇതിൽ ഏതൊരു ചെറിയ വിഷയത്തിനും ഇപ്പോൾ സ്ട്രൈക്കാണ് ഏറ്റവും വലിയ ഇതെന്നും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തും മെയിനായിട്ട് തിരുവനന്തപുരത്തൊക്കെ ഫെസ്റ്റിവലിന് മറ്റേ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ അന്നും സ്ട്രൈക്കൊക്കെ ആയിരുന്നു. ആ ആഴ്ച 2 സ്ട്രൈക്കൊക്കെയാണ് നടന്നത്. ജനശബ്ദം. ഇത് ആർക്കു വേണ്ടി? ഇത് നന്നാവില്ല എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. ജനങ്ങളുടെ ശബ്ദം ഉറക്കെ ഉച്ചത്തിൽ. തുടരെയുള്ള ബസ് മുടക്കം, പണിമുടക്ക് ഭീഷണി, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ബസ്സില്ലാതെ എങ്ങും പോകാൻ പറ്റുക. പ്രൈവറ്റ് ബസ് ഓൾറെഡി ഇവിടെ പറ്റത്തില്ല മക്കൾ പോകാൻ. ഞാനിപ്പം പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ പ്രൈവറ്റ് ബസ് വരാനും ബുദ്ധിമുട്ടാണ്. നമുക്കുള്ള ആകെ ആശ്രയം KSRTC ആണ്. അതിൻ്റെ അവസ്ഥ ഇതും ഓൾറെഡി നമുക്ക് KSRTC താങ്ങാൻ പറ്റത്തില്ല ഈ സമരം. പിന്നെ അവർ യൂണിയനുകാരുടെ കളിയാണ് ഇതെല്ലാം. എന്ത് ചെയ്യാൻ പറ്റും? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെ കറക്റ്റാണ്. അവർക്ക് അവകാശങ്ങൾ, സത്യം പറഞ്ഞാൽ ഇത്രയും അവകാശമൊക്കെ നേടിയെടുക്കാൻ പറ്റാൻ അവർക്ക് വരുമാനമില്ല. എന്നിട്ടും അവരുടെ അവകാശങ്ങൾ കൂടുതൽ ചോദിക്കുകയാണ്. ഇപ്പം തന്നെ കിട്ടുന്നില്ല. സാധാരണക്കാരന് കിട്ടുന്നതിന് കൂടുതൽ എല്ലാം കൊണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വേണ്ടാത്ത ഒരു ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ട്. സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. KSRTC കൃത്യസമയത്ത് പാലിക്കുന്നൊന്നുമില്ല. വല്ലപ്പോഴും കൃത്യസമയത്ത് നമുക്ക് നമ്മുടെ ഈ ട്രിപ്പുകൾ വരെ കണ്ടക്ട് ചെയ്യുന്നില്ല.
മെയിനായിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ഡെയിലിയുള്ള പണിമുടക്കും ഹർത്താലുമാണ് അതിനുള്ള പ്രധാന കാരണം. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ആരെ എന്ത് ചെയ്താലും വലയുന്നത് പൊതുജനങ്ങളാണ്. അതിനെ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പിന്നെ എന്തുവാ ജനങ്ങളുടെ ഇപ്പം ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികൾ നമുക്ക് അതിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ജനങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു, പക്ഷേ കാര്യം വരുമ്പോഴത്തേക്ക് ജനഹിതം അല്ല. ജനഹിതമല്ല ഒരു കാര്യങ്ങൾ പേരിന് മാത്രമേ ഉള്ളൂ ജനഹിതം, വോട്ടിന് വേണ്ടി മാത്രമുള്ള. രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള നിശിതമായ വിമർശനമാണ് ഫുഡ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ശശികുമാർ ഉയർത്തുന്നത്. ജനങ്ങളുടെ പേരിൽ വോട്ട് കിടിക്കുന്നു, പക്ഷേ ജനഹിതം അറിയുന്നില്ല എന്നാണ്. ഈ ഇടയ്ക്കിടയ്ക്കുള്ള സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണതാണ്. ജനജീവിതം സ്തംഭിക്കാനുള്ള പരിപാടിയാണ് ഹർത്താലും KSRTC പണിമുടക്കുമല്ല. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ജയിൽ. എവിടുന്നാണ് വരുന്നത്? മന്നൂർക്കോണം. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അല്ലല്ല, ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഒത്തുകളിയാണിത്. വലിയവരെ സഹായിക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. പാവപ്പെട്ടവർ ഇന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നു. പിന്നെ വെള്ളപ്പൊക്കത്തിൽ എന്തുമാത്രം സഹായങ്ങൾ കിട്ടി, അതൊന്നും ഇന്ന് പാവപ്പെട്ടവരുടെ കൈകളിലെത്തിയിട്ടില്ല. അവരെല്ലാം ഇന്ന് കണ്ടവരുടെ കടത്തിലാണ് അന്തി ഉറങ്ങുന്നത്. സ്വന്തമായിട്ടൊരു വീട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. യാത്രക്കാരെ പോലെ തന്നെ പല ബസ് സ്റ്റാൻഡുകളിലും ചെറിയ കച്ചവടം നടത്തി ജീവിക്കുന്നവരുണ്ട്. അവരുടെ ശബ്ദം കേൾക്കുക. എന്താ പേര്? എൻ്റെ പേര് സുൽഫിക്കർ. സുൽഫിക്കർ ഇവിടെ കട നടത്തുന്നു. പാലക്കാട്. പണിമുടക്ക് ഭീഷണി കേട്ടിരുന്നത്? പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരായ ആളുകളെയും കച്ചവടക്കാരെയും തന്നെ. പിന്നെ ഈ അന്നാന്ന് ജീവിക്കുന്ന കൂലി വാങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് തന്നെ. പിന്നെ അതുപോലെ ഇവിടെ വരുന്ന ഈ RCC പോലുള്ള സ്ഥലങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾ അവരൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളെ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അടിക്കടി ഉണ്ടാകുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണെങ്കിലും ശരി, ഈ അടിക്കടി ഉണ്ടാകുന്ന ഹർത്താൽ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ. ബസ് കാത്തിരിക്കണം. ഇവിടുത്തെ എൻ്റെ ഗതികേടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട. ഗതികേട് ഒന്നും കറക്റ്റല്ല, ചുരുക്കത്രേ ഉള്ളൂ. ജനശബ്ദം വ്യക്തമാണ്. പണിമുടക്കും ഹർത്താലും സമരവും കൊണ്ട് സാധാരണക്കാരന് യാതൊരു ഗുണവുമില്ല, മറിച്ച് ദ്രോഹം മാത്രം. പണിമുടങ്ങും, പട്ടിണിയാവും. പണിമുടക്ക് കൊണ്ടും ഹർത്താൽ കൊണ്ടും നേട്ടമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമാണെന്ന് ജനം തുറന്നു പറയുന്നു, ഉറക്കെ ഉച്ചത്തിൽ. വീണ്ടും കാണാം.